कृष्ण अर्पणमस्तु। प्रभुपाद गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്। എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും എവിടെ പോയി? നമ്മുടെ ഗ്രൂപ്പിൽ വന്നില്ലേ? പ്രസന്നമ്മ നമസ്തേ, ഹരേ കൃഷ്ണ. ആരുടെയും കമന്റ്സ് കാണാണ്ടാണോ എനിക്കിനി? വൈഫൈൻ്റെ ഇഷ്യൂ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ക്ഷമിക്കണം. ബുക്സ് അയച്ചില്ലല്ലോ, അതിന് ബുക്സ് കിട്ടിയില്ല എന്ന് പറയാൻ ബുക്സ് അയച്ചിട്ടില്ലേ? അയച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ ഇടുമല്ലോ. ബുക്സ് അയച്ചിട്ടുണ്ടോ? അയ്യോ നാരായണ.
செய்வதின்னருள்க நாராயணாய நம. ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തിവർദ്ധനം ഉദിക്കേണമെൻ മനസ്സി നിത്യം തോഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനപി ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിടുകൻ മനസ്സി നാരായണായ നമ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമുത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദമൊടു നാരായണായ നമ. തത്വത്തിനുള്ളിലുദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനും മുക്തിക്കു തക്കൊരു ഉപദേശം തരും ജനനമറ്റീടുമന്നവനു നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഹിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരുണ നാരായണായ നമ. എത്ര പേര് വന്നു ഇപ്പം ലൈവില്? എനിക്ക് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം കാരണം കാണുന്നില്ല. എത്ര പേരെത്തി? ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, മാക്സിമം ശ്രദ്ധിച്ച് കേൾക്കണം. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിക്കുന്ന കൃഷ്ണ നമ. ഞാൻ കേട്ടു കൃഷ്ണഗാഥയാണെന്ന്. അല്ല, കൃഷ്ണഗാഥയൊക്കെ എടുത്തരാം കേട്ടോ. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ക്ലാസ് തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നവരുടെ കമൻസ് കാണുമ്പോൾ. കാരണം പാവം അവർക്കൊന്നും ഫേസ്ബുക്ക് ഇല്ല. അപ്പോൾ അവർ യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ ലൈവ് എടുക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. ഓക്കെ അമ്മ, ഫേസ്ബുക്കിലൂടെ നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി നമ്മളൊരു 8:30, 7:30 ആ മണി സമയത്താണ് നമ്മൾ ക്ലാസ് എടുക്കാറ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത്? നേരെ ആ ക്ലാസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞാനിപ്പോൾ എടുക്കുന്ന ക്ലാസ്, അതായത് 25-ാം തീയതി രാത്രി 8:30 മണിക്ക് എടുക്കുന്ന ക്ലാസ് നാളത്തെ ദിവസം ഫെബ്രുവരി 26-ന് ആർക്ക് കിട്ടൂ? യൂട്യൂബിലുള്ളവർക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് കുറച്ചൊരു വൈകുന്നുണ്ട്, എന്നാലും സാരില്ല. പിന്നെ 2-3 പേര് എന്നോട് പറഞ്ഞത് വിഷ്ണു സഹസ്രനാമം ഒരുപാട് കാലങ്ങളായി വായിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു, മഞ്ജരീസിലൂടെ അതറിയാൻ സാധിച്ചു എന്ന് നിരവധി കമൻസ് വരുന്നുണ്ട്. ഒരുപാട് നന്ദി. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത്,
മഞ്ജരീസിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ദയവായി ക്ലാസ്സിൻ്റെ മഞ്ജരീസിൻ്റെ നമ്പർ പറയുമ്പം ഒന്ന് സ്പീഡ് കുറച്ച് പറയണം. ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എഴുതിയെടുത്തത് എന്ന് പറയുന്നു. മഞ്ജരീസിൻ്റെ കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. 2 പ്രാവശ്യം 49 ഉണ്ട് കേട്ടോ. 93 42 49 49 41. ഇതാണ് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോണ്ടാക്ട് നമ്പർ. വിഷ്ണു സഹസ്രനാമം ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഒരുപാട് ഉണ്ടാവട്ടെ. വിഷ്ണു സഹസ്രനാമം കഴിയുമ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് നാരായണീയം, പിന്നെ സൗന്ദര്യ ലഹരി. ഓക്കെ, വരാം വൈഷ്ണവി ക്ഷേത്രത്തിൽ വരാം. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാറില്ല. അന്നത്തെ ദിവസം നമുക്ക് അന്നദാനം മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ ക്ലാസ് കാണുന്നവർ ദയവായി എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞ മഞ്ജരീസിൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഫോൺ നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരിക. നിങ്ങളുടെ പേരെന്താണ്? അത് ഓഡിയോ മെസ്സേജ് ആയാലും ശരി, നിങ്ങൾ എഴുതിയിട്ടാലും കുഴപ്പമില്ല. നിങ്ങളുടെ പേരെന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് കാണുന്നത്? യൂട്യൂബിലൂടെയാണോ കാണുന്നത്? ഫേസ്ബുക്കിലൂടെയാണോ കാണുന്നത്? അതും കൂടി ഒന്ന് എഴുതിയിട്ടാൽ എനിക്ക് നിങ്ങളെ നമ്മുടെ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പിൽ ആഡ് ആയി കഴിയുമ്പം എന്തൊക്കെയാണ് ക്ലാസ് ഉള്ളത്, ഇനി എന്താണ് എടുക്കാൻ പോകുന്നത്, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഏകാദശി, പ്രദോഷം, സങ്കടഹര ചതുർത്ഥി പോലെയുള്ള കാര്യങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, മറ്റ് ഒരുപാട് ഹൈന്ദവ സംബന്ധമായ അറിവുകൾ, ഗുരുവായൂർ അമ്പലത്തിലെ ഉച്ചപൂജ അലങ്കാരത്തോടനുബന്ധിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഭക്തമഞ്ജരി, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പിന്നെ ഒരുപാട് ദേവഗണങ്ങൾ നമുക്കുണ്ട് അല്ലേ. ഈ ദേവഗണങ്ങളൊക്കെ ആരാണ്? അതിലുപരി ഭാരതീയ മണ്ണിൽ ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ ആരാണ്? ഇങ്ങനെയുള്ള പല പല വിവരണങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഓരോരോ ദിവസം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഗ്രൂപ്പുകളുമാണ്. നമുക്ക് 10 അഡ്മിൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. മഞ്ജരീസിന്റെ നമ്പറിൽ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണുന്ന ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ മാണിക്യത്തിൽ വരാറുണ്ട്, ഇനിയും വരാം. ഓക്കെ ജയാമ്മ, എനിക്ക് മഞ്ജരീസിന്റെ വാട്സപ്പിലേക്ക് ഇട്ടു തരണം. കമന്റ് ലൈവിലല്ല ഇടേണ്ടത്, വാട്സപ്പിലേക്ക് ഇട്ടു തരൂ. 93 42 49 49 41 ഈ നമ്പറിലേക്ക് വേണം എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ. ഓക്കെ, എല്ലാ ഹൈന്ദവ സംബന്ധമായ ബുക്സും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഓർഡർ തരുന്നതിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ വിശേഷാൽ പറയാൻ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും വിഷ്ണു സഹസ്രനാമം എനിക്ക് നന്നായി മനസ്സിലായി, നിങ്ങൾ ഹൃദയത്തോട് ചേർത്തു എന്ന്. അത്രയും കമൻസ് വരുന്നുണ്ട്. അതെ, ക്ലാസ് കാണുന്ന എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക. ഒത്തിരി സന്തോഷം തോന്നുന്നു. എന്താണ് വിഷ്ണു സഹസ്രനാമം ഇത്രയും നിങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്തതിന് 7.6K 7K ഒക്കെ യൂട്യൂബിൽ വ്യൂവേഴ്സായി. ഹരേ കൃഷ്ണ. അതാണ് ഇന്ദിരാമ്മ ഞാൻ പറഞ്ഞത്, ഡെയിലി ക്ലാസ് എടുക്കണമെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവണം. എൻ്റെ ജോലി സംബന്ധമായി ചില സമയത്ത് ഞാൻ പുറത്തായിരിക്കും, ചില സമയത്ത് അന്നദാനം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. എങ്കിലും പരമാവധി ക്ലാസ് എടുത്ത് പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ക്ലാസ് കേൾക്കുന്ന എല്ലാവരും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുസ്തകം കയ്യിൽ വെക്കണം. കാരണം ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ആ ഒരു കുറച്ച് ലൈൻസ് ധ്യാനം എന്ന് പറയും. ആ ധ്യാനം കുറച്ച് ടഫാണ്. നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ടഫാണ്. അപ്പോൾ ആ ഒരു ടഫായിരിക്കുന്ന ധ്യാനത്തിൻ്റെ അർത്ഥം നമ്മൾ ശരിക്ക് പഠിച്ചു പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുപ്ചന്ദ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമൻ നാരായണോ ദേവത അമൃതാം ശുദ്ഭവോ ഭാനുദിതി ബീജം ദേവകീ നന്ദനഃ സൃഷ്ടേതി ശക്തിഃ ഉദ്ഭവോഃ ക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശൃംഗബൃന്ദ നന്ദകീ ചക്രതി കീലകം ശാർഗധ്വനാഗതാധര ഇതി സ്ത്രഹം
രഥാംഗപാണിരക്ഷോഭ്യോ ഇതി നേത്രം ത്രിസാമ സാമഗഃ സാമേതി കവചം ആനന്ദം പരമബ്രഹ്മേതി യോനി ഋതു സുദർശനകാല ഇതി ദിഗ്ബന്ധഃ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമജപേ വിനിയോഗഃ. ഇത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. ഓ പിന്നെന്താ നമ്പർ പറയാലോ? 93, 42, 49 കണ്ണാ, 49, 41 கிளாஸ் எடுத்துட்டு இருக்கு கண்ணா. ஆ கூட கூட வேணும் வேணும். அப்படியா? எங்க அடிச்ச? அப்படியா? சரி சரி சூப்பர். சாமிக்கு வைங்க ஃபர்ஸ்ட். நீ வை கண்ணா, நீ தானே மாலை கொடுக்கறோம். ഹരേ കൃഷ്ണ. ശരി അക്ക എല്ലാവർക്കും കൊടുത്തരാം. ഓക്കേവാ? നമ്മുടെ മാല കൊണ്ടുവരുന്ന മോന്റെ വിസിറ്റിംഗ് കാർഡാണ്. ഓ സൂപ്പർ. ഭഗവാൻ ഉനക്ക് നിറയെ കട കൊടുക്കട്ടോ, നിറയെ ബ്രാഞ്ചസ് വരട്ടോ. ശരി കണ്ണ. വെറ്റില മാല വെച്ചിരിക്കമ്മ. ശരി ഓക്കേമ്മ. 2 സെറ്റ് മാല അല്ലേ? അപ്പോ നമുക്ക് ഇത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് കണ്ണാന്ന്. ഞാൻ മോസ്റ്റ്ലി എല്ലാവരും വിളിക്കല് കണ്ണാന്നാണ്. അപ്പോഴേക്കും കണ്ണനും വന്നു കണ്ണാന്ന് വിളിച്ചപ്പോൾ. ഒത്തിരി സന്തോഷം. ഈ വിളി അവിടെ കേട്ടോ കണ്ണാ നീ? അപ്പോൾ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. കുറച്ച് ടഫായിരിക്കുന്ന അധധ്യാനം എന്ന് പറയുന്ന ഒരു 4, 6, 8 ലൈൻസ് ഉണ്ട്. ഈ ലൈൻസ് വായിക്കാനും നമ്മൾ പഠിക്കണം, അർത്ഥവും നമ്മൾ പഠിക്കണം. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. അധധ്യാനം. എല്ലാവരും വിഷ്ണു സഹസ്രനാമം കയ്യിലെടുത്ത് വെക്കൂ. ക്ഷീരോധ്വന പ്രദേശേ, ക്ഷീരോധ്വന പ്രദേശേ. കിട്ടിയോ അത് വായിക്കാൻ? ശുചിമണി, ക്ഷീരോധ്വന പ്രദേശേ. ഇത് കുറച്ച് ടഫായ 8 ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്. അത് നമുക്ക് പറയാം, അർത്ഥം പറഞ്ഞുതരാം. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു പോവാം. ആദ്യത്തെ ലൈന് ക്ഷീരോധ്വന പ്രദേശേ ശുചിമണി വിലസത് സഖൈതേ. വിലസത്, വിലസത് സൈകതേ. ഇനി അവിടെ വരെ ഒന്ന് കൂട്ടി വായിക്കൂ. എനിക്ക് തോന്നുന്നു വിഷ്ണു സഹസ്രനാമത്തിൽ ഈ 8 ലൈനാണ് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ തരുന്നത്, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കുന്നത്. ക്ഷീരോധ്വന പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം. മൗക്തി, മൗക്തികാനാം. ഇനി ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ ക്ഷീരോധ്വന പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം. നമ്മളെ മഞ്ജരീസിന്റെ ക്ലാസ് കേൾക്കുന്നവർ ആദ്യമായിട്ട് വിഷ്ണു സഹസ്രനാമം വായിക്കാൻ പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം വായിക്കാൻ കിട്ടുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഇത് മാത്രം ഒന്ന് നമുക്കൊന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. ഇതൊന്ന് അവർ വായിച്ചു പഠിച്ചോട്ടെ. മാല. അടുത്ത ലൈൻ മാല ക്ലപ്ത, മാല ക്ലപ്ത സനസ്തഃ. മാല ക്ലപ്ത സനസ്തഃ. സ്ഫടിക, മണി, സ്ഫടിക മണി നിഭൈർ മൗക്തി. മാല സ്ഫടിക, മാല ക്ലപ്താസനസ്ത സ്ഫടിക മണി നിഭൈർ മൗക്തി കൈർമണ്ഡിതാംഗ. കൈർ മണ്ഡിതാംഗ. ഓരോരോ അക്ഷരം കൂട്ടി വായിച്ചു പോകൂ കേട്ടോ. ശുഭ്രൈര ഭ്രൈരഥ, ശുഭ്രൈര ഭ്രൈരഥ ഭ്രൈരുപരി. ശുഭ്രൈര ഭ്രൈരഥ ഭ്രൈരുപരി. വിരിജിതൈർ, വിരിജിതൈർ, വിരിജിതൈർ മൗ, വിരിജിതൈർ മുക്ത
അടുത്ത ലൈൻ മുക്ത പീയൂഷ വർഷൈ. കിട്ടിയോ? ശുഭ്രൈര ഭ്രൈരഥ ഭ്രൈരുഭരി വിരിചിതൈർ മുക്ത പീയൂഷ വർഷൈ. മൂന്നാമത്തെ ലൈനും വായിക്കാൻ കിട്ടിയില്ലേ? ആനന്ദി. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് വർഷൈ കഴിഞ്ഞിട്ട് രാനന്ദി എന്നാണ്. നമ്മൾ വായിക്കുമ്പോ ആനന്ദീനഹ എന്ന് വായിക്കണം. ആനന്ദീനഹ പുനിയാധരി പുനിയാധരി നളിന നളിന ഗദ. ഗദയില്ലേ ഭഗവാന്റെ കയ്യിലുള്ള ഗദ. ഗദ ശംഖ. ഭഗവാന്റെ കയ്യിൽ ഗദ ശംഖ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ആ പറയുന്നത്. ഗദ ശംഖ പാണീർ മുകുന്ദഹ. ഓക്കെ, വായിക്കാൻ കിട്ടിയോ? ശുഭ്രൈര ഭ്രൈരഥ ഭ്രൈരുഭരി വിരിചിതൈർ മുക്ത പീയൂഷ വർഷൈ ആനന്ദീനഹ പുനിയാധരി നളിന ഗദാശങ്ക പാണീർ മുകുന്ദഹ. ഓക്കെ, വായിക്കാൻ കിട്ടിയോ? അത് 4 ലൈൻസ്. ഭൂഹ, ആ 2 കുത്തു വരുവാ. ഹ. ഭൂഹ പാദൗ യസ്യ നാഭിർ നാഭിർ വിയധ സുര നിലശ്ച. സുര കഴിഞ്ഞിട്ട് നിലശ്ച. ഹര ഹര മഹാദേവ്. നിലശ്ചന്ദ്ര. ചന്ദ്ര, മനസ്സിലായി? നില ചന്ദ്ര സൂര്യ, അതാണ് അവിടെ പറയുന്നത്. നാഭിർ വിയധ സുരനില ചന്ദ്ര സൂര്യ ച നേത്രേ. ചന്ദ്ര സൂര്യ ച നേത്രേ. ഭൂഹ പാദൗ യസ്യ നാഭിർ വിയധ സുരനില ചന്ദ്ര സൂര്യൗ ച നേത്രേ. ഓക്കെ, വായിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഒരു 8 ലൈൻ? ഇനി അടുത്തത് കർണാവശാശിരോ കർണാവശാശിരോ ധൗർമുഖമഭി ധൗർമുഖമഭി ദഹനോ യസ്യ വാസ്തേയമബ്ദി വാസ്തേയമബ്ദി. ഓക്കെ, കർണാവശാശിരോ ശിരോ ശിരസ് ശിരോ ധൗർമുഖമഭി ദഹനോ യസ്യ വാസ്തേയമബ്ദിഹി. ക്ലിയർ? അന്തസ്തം. അടുത്ത ലൈൻ അന്തസ്തം യസ്യ വിശ്വം. അന്തസ്തം യസ്യ വിശ്വം. സുര നരഘ ഗഗോ. അത് ചേർത്ത് വായിക്കണം കേട്ടോ. സുരനരഘഗോ. കിട്ടിയോ? റെസ്പോണ്ട് ചെയ്യണേ ആരെങ്കിലും കൂടെ വായിക്കണോ? സുരനര ഗഗോഭോഗി ഗന്ധർവ. ഞാൻ എടുത്തെടുത്ത അക്ഷരങ്ങൾ വായിച്ചു തരാണ്. ലൈനായിട്ട് വായിച്ചു പോകുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഗന്ധർവ ദൈത്യ ചിത്രം രംരമ്യത്തെ രംരമ്യത്തെ തം ത്രിഭുവന വപുഷം ത്രിഭുവന വപുഷം വിഷ്ണുമീശം നമാമി. ഓക്കെ, ഇനി ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അധധ്യാനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷീരോനന്ദ പ്രദേശേ, അതായത് പാൽക്കടലിന്റെ തീരത്ത്,
ശുചിമണി വിലസത്, അതായത് ശുദ്ധമായിരിക്കുന്ന രത്നങ്ങൾ പോലെ, പാൽക്കടലിന്റെ തീരത്ത് ശുദ്ധമായ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന മണലുള്ള പ്രദേശത്ത്. പാൽക്കടൽ എന്ന് പറയുമ്പോൾ കടലിന്റെ തീരത്ത് എപ്പോഴും എന്താ ഉണ്ടാവുക? മണലാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ആ മണലുള്ള ആ സ്ഥലത്ത്, ഓക്കെ അമ്മ, ആ മണലുള്ള ആ പ്രദേശത്ത് മുത്തുമാലകളാൽ അലങ്കൃതമായിരിക്കുന്ന, മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന സിംഹാസനത്തിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന, മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന സ്ഫടികമണികൾക്കൊത്ത മുത്തുകൾ എന്നാ പറയുന്നത്. സാധാരണ ധൃത്പ്രദേശ്, അത് അക്ഷരത്തെറ്റായിരിക്കും മോളെ, സാരമില്ല. അപ്പോ അലങ്കൃതമായിരിക്കുന്ന സിംഹാസനത്തിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. സ്ഫടികമണികൾക്കൊത്ത മുത്തുകളാൽ, സ്ഫടികം പോലെ തിളങ്ങുന്ന മുത്തുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ആര്? ഭഗവാന്റെ ശരീരം അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശുഭ്രമായിരിക്കുന്ന മേഘങ്ങൾ വർഷിക്കുന്ന, ശുഭ്രം എന്ന് പറഞ്ഞാൽ വെളുത്ത മേഘങ്ങൾ, അല്ലാതെ കാർമേഘം എന്നല്ല, ശുഭ്രമായിരിക്കുന്ന വെളുത്ത മേഘങ്ങൾ പൊഴിക്കുന്ന ആ ഒരു അമൃതവർഷത്തിൽ, ആ ഒരു സന്തോഷം നിറഞ്ഞ മഴയിൽ, അതായത് മഴ എന്ന് പറയാൻ പറ്റില്ല, സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. ആനന്ദം അനുഭവിക്കുകയാണ് ഭഗവാൻ. മനസ്സിലായോ? അത്രയും ആനന്ദം അനുഭവിക്കുന്ന ചക്രമുണ്ട്, താമരയുണ്ട്, ഗദയുണ്ട്, ശംഖമുണ്ട്. അദ്ദേഹത്തിന്റെ 4 കൈകളിലും ഇങ്ങനെ 4 കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മള് ഭഗവാനെ എന്താ പറയാ, 4 തൃക്കൈകളുടെ കാര്യം മാത്രമേ നമ്മളിപ്പോ ഇതിൽ പഠിക്കുന്നുള്ളൂ. അപ്പൊ ചക്രം, താമര, ഗദ, ശംഖ് ഇതൊക്കെ പിടിച്ചുകൊണ്ട്, ധരിച്ചുകൊണ്ട് 4 തൃക്കൈകളോടും കൂടിയതായിരിക്കുന്ന ആ മഹാവിഷ്ണു ഭഗവാൻ നമ്മളെ എല്ലാവരെയും പരിശുദ്ധമാക്കി തീർക്കട്ടെ. അതാണ് ആ ഒരു അധധ്യാനത്തിന്റെ അർത്ഥം. വായിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ ആരും അത് ഇട്ടേച്ചും പോവരുത്. ആ ഒരു എന്താ പറയാ, ഭഗവാൻ നമ്മളെ എല്ലാം പരിശുദ്ധമാക്കി തീർക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 ലൈൻസ് ആണത്, ആ അധധ്യാനം എന്ന് പറയുന്നത്. അപ്പോ പാൽക്കടലിന്റെ തീരത്തില് ശുദ്ധമായിരിക്കുന്ന രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന മണൽ പ്രദേശത്ത്, രത്നങ്ങൾ പോലെ എന്താ പറയാ, ഇങ്ങനെ ശോഭിക്കുകയാണ് ആ മണൽ പ്രദേശം. രത്നം വാരിയിട്ടാൽ എത്രത്തോളം തിളക്കം ഉണ്ടാവും, അതുപോലെ ആ പ്രദേശം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ച സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ഭഗവാൻ. സ്ഫടികമണികൾ കൊണ്ടുള്ള മുത്തുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം അലങ്കരിച്ചിരിക്കുന്നത്. ശുഭ്രമായിരിക്കുന്ന മേഘങ്ങൾ, ആ ഒരു വെളുത്ത മേഘങ്ങൾ ഇങ്ങനെ പൊഴിക്കുന്ന അമൃതം കൊണ്ടുള്ള വർഷം, അമൃത വർഷമാണ്, അമൃതാണ് പൊഴിക്കുന്നത് ഭഗവാന്റെ ദേഹത്തേക്ക്. മനസ്സിലായോ? അല്ലാതെ സാധാ മഴയല്ല. ആ ഒരു അമൃതം പൊഴിക്കുന്ന ആ ഒരു ആനന്ദത്തിൽ എന്താണ്, ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ ആനന്ദം അനുഭവിക്കുന്ന ഭഗവാന്റെ 4 തൃക്കരങ്ങളിൽ ചക്രം, ഗദ, താമര, ശംഖ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ മഹാവിഷ്ണു ഭഗവാൻ നമ്മളെ എല്ലാം പരിശുദ്ധമാക്കി തീർക്കട്ടെ എന്നാണ് നമ്മൾ ഈ അധധ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത് ഈ 4 ലൈൻസ് നമ്മൾ പഠിച്ചു. ഇനി ഭൂപാധൗ യസ്യ നാഭിർവിയത സുരനില ചന്ദ്രസൂര്യച നേത്രേ കർണാവാ ശിരോരുധൈർമുഖമഭി ദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്തം യസ്യ വിശ്വം സുരനരഘഗോ ബോഗ്ഹി ഗന്ധർവദൈത്യാ ചിത്രം രമ്യതേ തം ത്രിഭുവനഭുഷം വിഷ്ണുമീശം നമാമി. നമസ്തേ മാ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരാളുടെ കാലുകൾ ഭൂലോകവും, ആരുടെ കാലുകൾ കൊണ്ടാണോ ഈ ഭൂലോകവും, നാഭി ആകാശവും, കാലുകൾ ഭൂലോകം, ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആരുടെ കാലുകൾ ആണോ ഭൂലോകവും, നാഭി ആകാശമായിട്ടും, ജീവൻ അതായത് പ്രാണൻ, പിന്നെ വായു, ഇനി നേത്രങ്ങള്, നേത്രങ്ങള് സൂര്യനും ചന്ദ്രന്മാരും, ചെവികള് ഓരോ ദിക്കുകളായിട്ട് മാറുകയാണ്. മനസ്സിലായോ? ഓരോ ദിക്കുകളെ സൂചിപ്പിക്കുന്നു ചെവികള്. തല സ്വർഗലോകം ആയിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. മുഖം അഗ്നിയായിരിക്കുകയാണ്. വാസസ്ഥാനം അതായത് ഇരിക്കുന്ന ആ വസിക്കുന്ന സ്ഥലം സമുദ്രമായിട്ടിരിക്കുന്നുവോ. ദേവന്മാർ, മനുഷ്യന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, അസുരന്മാർ എന്നിവരുടെ വിചിത്രമായിരിക്കുന്ന
ലീലകളാൽ രമ്യമാക്കി തീർക്കപ്പെട്ട വിശ്വം. അവര് പല പല ലീലകളാടും, പല പല ദേവന്മാരല്ലേ. അങ്ങനെ പല പല ലീലകളാടുന്ന ആ ഒരു വിചിത്രമായിരിക്കുന്ന ലീലകൾ കൊണ്ട് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനും ആരുടെ അന്തർഭാഗത്താണോ സ്ഥിതി ചെയ്യുന്നത്, ശരീരം 3 ലോകങ്ങളും നിറഞ്ഞിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു എന്നാ പറയുന്നത്. അതായത് സമസ്തവും ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ദേവന്മാരും ഭഗവാന്റെ ചെവി എന്ന് പറഞ്ഞാൽ 4 ദിക്കുകളാണ്, മുഖം അഗ്നിയാണ്. അങ്ങനെ 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 ഭഗവാന്റെ ഉള്ളിലാണ് ഈ സമസ്ത ബ്രഹ്മാണ്ടങ്ങൾ. അതുകൊണ്ടാണല്ലോ യശോദാമ്മ മണൽ വാരി തിന്ന ഭഗവാനോട് വാ തുറക്കാൻ പറഞ്ഞപ്പോൾ വാ തുറന്ന ഉണ്ണിക്കണ്ണൻ വാ നിറച്ചും എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ലോകങ്ങളും സൂര്യചന്ദ്രന്മാരെയും എല്ലാം കാണിച്ചു കൊടുത്തത്. യശോദാമ്മയും യശോദാമ്മ അവിടെ കണ്ടു. അപ്പൊ എല്ലാം ഭഗവാന്റെ ഉള്ളിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആരുടെ ഉള്ളിലാണോ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്, ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഇനി അടുത്ത ഒരു 4 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും പണ്ട് സ്കൂളിലും കോളേജിലും ഇപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ തിരുവാതിര കളിക്കുമ്പം ഈ 4 ലൈൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അധികം ആരും തന്നെ ഈ ലൈൻസിന്റെ അർത്ഥം തേടി പോകാറില്ല. പക്ഷെ അർത്ഥം പഠിക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം. വായിക്കാൻ അറിയാത്തവര് കൂടെ വായിക്കാം കേട്ടോ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. കിട്ടിയോ? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വായിക്കാൻ പഠിച്ചില്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശാന്താകാരം, ആകാരം, അതായത് ശാന്തമായിരിക്കുന്ന ആകാരത്തോട് കൂടിയവൻ. ആകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപം, നമ്മുടെ ശരീരം, അതൊക്കെ പറയാം. ശാന്തമായിരിക്കുന്ന ഭാവത്തോട് കൂടിയവനും സർപ്പത്തിന്മേൽ ശയിക്കുന്നവനും. ഭഗവാൻ എവിടെയായിരിക്കുന്നത്? അനന്തന്റെ മുകളില് അല്ലേ? ഭഗവാൻ എവിടെയാ കിടക്കുന്നത്? അനന്തന്റെ മേളില്. അപ്പൊ അതാ പറയണത്, സർപ്പത്തിന്റെ മേൽ ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂ ഉള്ളവനും. ഭഗവാന്റെ നാഭിയിൽ നിന്നൊരു താമരപ്പൂ വരുന്നില്ല, അതിലല്ലേ ബ്രഹ്മദേവൻ ഇരിക്കുന്നത്? അതാ പറയണത്, നാഭിയിൽ താമരപ്പൂ ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്നവനും. എല്ലാ ദേവന്മാരുടെയും ഈശ്വരൻ ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്, നാരായണനാണ്. അപ്പോ ശാന്തമായ സ്വഭാവ രീതിയാണ് ഭഗവാന്റേത്. ആകാരം, രൂപം, ശാന്തമായ രൂപമാണ്, നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപമൊന്നുമല്ല. എന്നാ അത് ഉണ്ട് കേട്ടോ ഭഗവാന്. ശത്രുക്കള് ഭക്തന്മാരെ ഉപദ്രവിക്കാൻ വന്ന ആ രൂപത്തിലേക്ക് ഭഗവാൻ മാറും, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ പറയുന്നത് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം. ശാന്തമായിരിക്കുന്ന രൂപത്തോടു കൂടിയവനും സർപ്പത്തിന്റെ മുകളിൽ കിടക്കുന്നവനും വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. നാഭിയിൽ താമരപ്പൂ ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്നവനും ലോകങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവൻ. ലോകങ്ങൾക്കെല്ലാം അധികാരി ആരാണ്? സാക്ഷാൽ നാരായണനാണ്. അങ്ങനെ അധികാരിയായിരിക്കുന്നവനും ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്നവനും. ആകാശം എല്ലായിടത്തും ഉണ്ട്, അതേപോലെ എല്ലായിടത്തും ഭഗവാനുണ്ട്. സർവവ്യാപിയാണ് ഭഗവാൻ. മേഘവർണ്ണമുള്ളവനും, നല്ല കാർമേഘത്തിന്റെ കളറാണ് ഭഗവാന്, ഭയങ്കര ഭംഗിയുള്ള കളറാ അത്.
അങ്ങനെ കളറുള്ളവനും മംഗളകരമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവനും. ഭഗവാന്റെ എല്ലാ അവയവങ്ങളും അതിശക്തമായ മംഗളമാണ്. അങ്ങനെയുള്ള മംഗളമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മീകാന്തം, കാന്തൻ എന്ന് പറഞ്ഞ ഭർത്താവ്, ലക്ഷ്മി ദേവിയുടെ മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്നവനും കമലനയനം, കമലം എന്ന് പറഞ്ഞാൽ താമര, അപ്പൊ താമര ഇതൾ പോലെ, നയനം എന്ന് പറഞ്ഞാൽ കണ്ണ്, അപ്പൊ താമര ഇതൾ പോലെ മനോഹരമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും യോഗി ഹൃദ്യാനഗമ്യം എന്ന് വെച്ചാല് യോഗി വര്യന്മാരുടെ ഹൃദയങ്ങളിൽ, ആരാണോ ഭഗവാനെ സ്മരിക്കുന്ന യോഗികളുടെ ഹൃദയങ്ങളിൽ ധ്യാനം കൊണ്ട്, നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ട് ഗമിക്കുന്നവൻ, നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയങ്ങളിലേക്ക് ഭഗവാൻ വരുന്ന പറയുന്നത്. മനസ്സിലായല്ലോ? ജപിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വരും, അതാണ് പറയുന്നത്. യോഗി ഹൃദ്യാനഗമ്യം, യോഗികളുടെ ഹൃദയത്തിലേക്ക് ആഗമിക്കുന്നവൻ, ആഗമനം എന്ന് പറഞ്ഞാൽ വരുന്നവനും സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നവനും. വന്ദേ വിഷ്ണു ഭവഭയഹരം. സംസാര ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഭയങ്കര പേടിയാണ്. എപ്പോൾ എന്ത് ആപത്ത് പറ്റും, അല്ലെങ്കിൽ നാളെ എന്ത് പ്രശ്നം വരും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം ദുരിതങ്ങൾ ഇനി അനുഭവിക്കേണ്ടി വരും, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല, ഇങ്ങനെ സംസാര ദുഃഖം, ഇങ്ങനെയുള്ള നമ്മൾ ദിനം പ്രതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീവിത ദുഃഖത്തെയാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള സംസാര ദുഃഖം, നമ്മളുടെ ദിനം പ്രതിയുള്ള നമ്മുടെ ഈ ദുഃഖത്തെ എല്ലാം ഇല്ലാതാക്കുന്നവനും. അങ്ങനെയുള്ള ദുഃഖമല്ല ഇല്ലാതാവാൻ ഒരു വഴിയുള്ളൂ. നാരായണ നാരായണ നാരായണ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. അങ്ങനെയുള്ള നാരായണൻ, അങ്ങനെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവനും എല്ലാ ലോകങ്ങൾക്കും സർവലോകൈകനാഥം. ആ വരിയുടെ അവസാനം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്നാ പറയുന്നത്. അങ്ങനെയുള്ള സർവലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായിരിക്കുന്ന, ഈ ലോകങ്ങൾക്കെല്ലാം ഒരൊറ്റ നാഥനേ ഉള്ളൂ. ആ ഒരു നാഥൻ ആരാ? നാരായണൻ. ആ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. അതാണ് ആ 4 ലൈൻ്റെ അർത്ഥം. ശാന്താകാരം, ശാന്തമായിരിക്കുന്ന രൂപപ്രകൃതി. മനസ്സിലായില്ലേ? ഭുജഗശയനം, എവിടെയാ ശയിക്കുന്നത്? പാമ്പിന്റെ മുകളിൽ. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ നമ്മൾ എന്തു ചെയ്യുന്നു? വന്ദിക്കുന്നു. മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇനി അടുത്ത ലൈൻ നോക്കാം. മേഘശ്യാമം, അടുത്ത 4 ലൈൻ കേട്ടോ. മേഘശ്യാമം, ക്ഷമിക്കണം, നെറ്റ് കട്ടായതാണേ. ഇനി അടുത്ത ലൈൻ മേഘശ്യാമം, അതായത് മേഘത്തിന്റെ ശ്യാമ നിറമുള്ളവനും. മേഘത്തിന്റെ നിറാണ് ആർക്ക്? ഭഗവാന്. പീതകൗശേയവാസം, അതായത് മഞ്ഞപ്പട്ട് ധരിച്ചവനും. പീതകൗശേയവാസം, മേഘശ്യാമം പീതകൗശേയവാസം. മേഘത്തിന്റെ നിറമുള്ളവനും മഞ്ഞപ്പട്ട് ധരിച്ചവനും. ശ്രീവത്സാംഗം, ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം. ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം എന്ന് വെച്ചാല് ശ്രീവത്സം എന്ന അടയാളത്തോട് കൂടിയവനും കൗസ്തുഭം കൊണ്ട് ശോഭിക്കുന്നവനാണ് ഭഗവാൻ. മനസ്സിലായോ? കൗസ്തുഭം കൊണ്ട് ശോഭിക്കുന്ന അംഗമുള്ളവനും. പിന്നെന്താ? പുണ്യോപേതം, പുണ്യോപേതം പുണ്ടരീകായദാക്ഷം. പുണ്യോപേതം പുണ്ടരീകായദാക്ഷം, അതായത് പുണ്യം തികഞ്ഞവൻ. അതാണ് പുണ്യോപേതം എന്ന് പറയുന്നത്. പുണ്യം തികഞ്ഞവനും. പുണ്ടരീകായദാക്ഷം, താമര പോലെ, ഭഗവാന്റെ താമര പോലെ വിശാലമായ കണ്ണുകളാണ് ഭഗവാൻ. താമരന്റെ ഇതൾ കണ്ടിട്ടില്ല ഇങ്ങനെ വരുന്നത്? അപ്പൊ അതുപോലെ വിശാലമായ വലിയ കണ്ണുകളാണ് ഭഗവാന്. വിഷ്ണു വന്ദേ സർവലോകൈകനാഥം എന്ന് വെച്ചാല് അങ്ങനെ സർവലോകങ്ങൾക്കും, സർവലോകൈകനാഥം, അങ്ങനെ സർവലോകങ്ങൾക്കും ഏകനായിരിക്കുന്ന ഒരേ ഒരു നാഥനേ ഉള്ളൂ. എല്ലാ ലോകങ്ങൾക്കും ഒരൊറ്റ നാഥനേ ഉള്ളൂ. ആരാണ്? വിഷ്ണു ഭഗവാൻ. ആ വിഷ്ണു ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. അതാണ് ആ 4 വരിയുടെ അർത്ഥം.
മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ക്ലിയർ? ആ 4 ലൈൻ കിട്ടിയില്ലേ? ഇനി അടുത്ത 4 ലൈൻ നോക്കാം നമുക്ക്. അടുത്ത 4 ലൈൻ എന്താ? സ ശംഖചക്രം, സ ശംഖചക്രം, സ കിരീടകുണ്ഡലം. അതായത് ശംഖചക്രങ്ങളോടും, സ ശംഖചക്രം എന്ന് പറഞ്ഞാൽ ശംഖും ചക്രങ്ങളും എല്ലാം ശംഖചക്രങ്ങളോടും, സ കിരീടകുണ്ഡലം കിരീടകുണ്ഡലങ്ങളോട് കൂടിയവനും, സ പീതവസ്ത്രം അതായത് മഞ്ഞപ്പട്ട് ധരിച്ചവനും, സരസീരുഹേക്ഷണം സരസീരുഹേക്ഷണം അതായത് ശോഭിക്കുന്ന അംഗങ്ങളോട് കൂടിയവനും, അതായത് മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ താമര ഇതൾ പോലെ മനോഹരമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും. പിന്നെന്താ പറയുന്നത്? സഹാര വക്ഷസ്ഥല, സഹാര വക്ഷസ്ഥല ശോഭീ കൗസ്തുഭം, സഹാര വക്ഷസ്ഥല ശോഭീ കൗസ്തുഭം എന്ന് വെച്ചാല് ഇങ്ങനെ ശംഖുചക്രങ്ങളോട് കൂടിയവനും, കിരീട കുണ്ഡലങ്ങളോട് കൂടി, മഞ്ഞപ്പട്ട് പീതവസ്ത്രത്തോടു കൂടിയവനും, താമര ഇതൾ പോലെ മനോഹരമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും, മുത്തുമാലകളോട് കൂടിയ വക്ഷസിൽ, ഭഗവാന്റെ വക്ഷസില് മുത്തുമാലകളോട് കൂടിയ വക്ഷസിൽ ശോഭിക്കുന്ന കൗസ്തുഭം, സഹാര വക്ഷ സ്ഥല ശോഭീ കൗസ്തുഭം, അങ്ങനെയുള്ള കൗസ്തുഭ രത്നത്തോടു കൂടിയവനും, 4 കൈകളോട് കൂടിയവനുമായിരിക്കുന്നു. ഇവിടെ പറയുന്നു നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ചതുർ എന്ന് പറഞ്ഞാൽ 4, ഭുജം എന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പോ സഹാരി എന്താ പറയുന്നത്? നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം എന്ന് പറയുന്നു. എന്ന് വെച്ചാല് ആ 4 തൃക്കൈകളോടും കൂടിയവനുമായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ഞാൻ ശിരസ് കൊണ്ട് നമിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ ശിരസ് നമ്മൾ കുനിച്ച് ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. അതാണ് ആ 4 വരികളുടെ അർത്ഥം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാത്ത സമയങ്ങളിൽ വേണമെങ്കിലും ഭഗവാനെ നമസ്കരിക്കുന്ന ആ ഒരു മന്ത്രം ചൊല്ലാട്ടോ. അത് നല്ല അർത്ഥമുള്ള മന്ത്രമാണ്. അതായത് ശംഖുചക്രങ്ങളോടുകൂടി, കിരീടങ്ങളോടുകൂടി, കിരീടകുണ്ഡലങ്ങളോടുകൂടി, പീതവസ്ത്രം ധരിച്ചിരിക്കുന്ന, താമര ഇതൾ പോലെ മനോഹരമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയിരിക്കുന്ന, മുത്തുമാലകളോട് കൂടിയ വക്ഷസിൽ ശോഭിക്കുന്ന ആ ഒരു കൗസ്തുഭ രത്നത്തോടു കൂടി, 4 കൈകളോട് കൂടിയ ആ വിഷ്ണു ഭഗവാനെ ഞാൻ ശിരസാൽ നമസ്കരിക്കുന്നു. നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ഒരു നമസ്കാരം പറയുമ്പോൾ ആ ഒരു എന്താ പറയാ, ആ ഒരു 4 ലൈൻസ് എപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ സന്ധ്യാസമയത്ത് ഭയങ്കര ധൃതിയാണെങ്കിൽ ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് ആ 4 വരികൾ ഉപയോഗിക്കാം. സശംഖചക്രം സികിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അങ്ങനെ നമുക്ക് ഇനിയിപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്കിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഭഗവാനെ നമസ്കരിക്കാൻ ഈ ഒരു 4 വരികൾ മതി. ഭഗവാൻ അങ്ങ് ഹൃദയത്തിലേക്ക് വരും. യോഗി ഹൃദ്യാനഗമ്യം എന്നാ പറയാം. ആര് ജപിക്കുന്നോ അവരുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ അങ്ങ് വന്നിരിക്കും. ഓക്കെ, ജയ് ശ്രീ രാധേ രാധേ പ്രഭുജി. അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് ഭഗവാനെ നമസ്കരിക്കാൻ ആ 4 വരികളോട്. ഇനി അടുത്തത് ഛായായാം പാരിജാതസ്യ ഹേമ സിംഹാസനോപരി. ഛായായാം പാരിജാതസ്യ ഹേമ സിംഹാസനോപരി ആസീനമംബു ദ, ഒരു ദ ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്കാം. ആസീനമംബു ദ ശ്യാമ മായധാക്ഷമലങ്കൃതം. ഇത് വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ എണ്ണിപ്പെറുക്കി LKG പിള്ളേർക്ക് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഈ ജന്മം വിഷ്ണു സഹസ്രനാമം വായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, അല്ലെ അതൊന്ന് പഠിച്ചു കിട്ടിയാൽ സന്തോഷമായില്ലേ?
അതുകൊണ്ടാണ് അങ്ങനെ നിർത്തി നിർത്തി പറയുന്നത്. ഒരുപാട് പേർക്ക് വായിക്കാൻ അറിയാം. വായിക്കാൻ അറിയുന്നവരൊന്ന് ക്ഷമിക്കുക. അവർക്കും വായിക്കാൻ അറിയാത്തവർക്ക് ഭഗവാൻ ഒരു അവസരം കൊടുക്കുന്നു എന്ന് കരുതുക കേട്ടോ. ഛായായാം പാരിജാതസ്യ ഹേമ സിംഹാസനോപരി ആസീനമംബുദ്ധശ്യാമായഥാക്ഷമലങ്കൃതം. ആസീന മംബുധ ശ്യാമ മായതാക്ഷമലങ്കൃതം. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ പഠിക്കുന്നവരുണ്ടോ? അപ്പൊ കൂടെ വായിച്ചിട്ട് വാക്കുകൾ എണ്ണിപ്പെറുക്കി വായിച്ച് കോർത്ത് വായിക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ഇടൂ, ഞാൻ നോക്കട്ടെ. യൂട്യൂബിലൊക്കെ നിങ്ങൾ ഇടുന്ന കമന്റ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം കാണുമ്പോൾ. കമന്റ് ഇട്ട് വെക്കൂ കേട്ടോ. എങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം കിട്ടുക, എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ കയറുക എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിലോട്ട് കയറാൻ 93 42 49 വീണ്ടും 49 41 ഇത് മഞ്ജരീസിന്റെ വാട്സപ്പ് നമ്പർ ആണ്. ഇതിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണും. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം പഠിക്കാം. മഞ്ഞളായിട്ട് കത്തുണ്ടോ നോക്കിക്കേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 2 ലൈനും കൂടി ഉണ്ട്. അതും കൂടി ആയാലും ആ 4 ലൈൻ നമുക്ക് പഠിച്ചു പോവാം. ചന്ദ്രാനനം ചതുർബാഹും ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിത വക്ഷസം. ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിത വക്ഷസം. രുക്മിണീ സത്യഭാമാഭ്യം. രുക്മിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. ഓക്കെ. ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. നമ്മൾ ചൊല്ലുമ്പോ പെട്ടെന്ന് തീർക്കണം എന്നുള്ള മനോഭാവത്തിൽ ചൊല്ലരുത് വിഷ്ണു സഹസ്രനാമം. ഉള്ളിൽ നിന്ന് ഓരോരോ അർത്ഥമറിഞ്ഞ് ചൊല്ലണം കേട്ടോ. പത്മാവതി അമ്മ 93 42 49 വീണ്ടും 49 41. ഓക്കെ. അപ്പൊ നമുക്ക് ആ 4 ലൈൻ്റെ അർത്ഥം നോക്കാം. പാരിജാത വൃക്ഷ നെറ്റ് കട്ടായി പോയതാണേ, ക്ഷമിക്കണം. അപ്പൊ ആ 4 ലൈൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഛായായാം പാരിജാതസ്യ, പാരിജാത വൃക്ഷത്തിന്റെ തണലില് ഹേമസിംഹാസനോപരി, അതായത് സ്വർണ സിംഹാസനത്തില് ആസീനമംബുദ്ധ ശ്യാമമായ ദക്ഷാമലങ്കൃതം എന്ന് വെച്ചാല് രുക്മിണി സത്യഭാമമാരോട് കൂടി ഇരിക്കുന്നവനും, രുക്മിണി ദേവിയോടും സത്യഭാമാദേവിയോടും കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. മേഘത്തിന്റെ ശ്യാമ നിറം കലർന്നിരിക്കുന്ന, മേഘത്തിന്റെ ആ ഒരു ശ്യാമമായിരിക്കുന്ന നിറമാണ് ആർക്ക്? ഭഗവാന്. അങ്ങനെ ആ നിറം കലർന്നിരിക്കുന്ന, വിശാലമായിരിക്കുന്ന നേത്രങ്ങളോട് കൂടിയിരിക്കുന്ന, അത് വലിയ നല്ല ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയിരിക്കുന്ന, വിഭൂഷണങ്ങൾ അണിഞ്ഞിരിക്കുന്ന, പിന്നെന്താ, ചന്ദ്രനോടൊത്ത മുഖമുള്ള, ചന്ദ്രാനനം ചതുർബാഹും എന്ന് വെച്ചാല് ചന്ദ്രന്റെ, പൂർണ്ണചന്ദ്രന്റെ മുഖം പൂർണ്ണചന്ദ്രനോട് സാമ്യമുള്ള അതേ മുഖമുള്ള, ചതുർബാഹും അതായത് 4 തൃക്കൈകളോട് കൂടിയവനും, ശ്രീവത്സാങ്കിത വക്ഷസം എന്ന് വെച്ചാല് ആ ശ്രീവത്സം കൊണ്ട് ശോഭിക്കുന്ന
വക്ഷസോട് കൂടിയവനുമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. അപ്പോ ഈ ഒരു ആദ്യത്തെ സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ആ 4 ലൈന് നമുക്ക് ഭഗവാനെ നമ്മുടെ ശിരസ് കുനിച്ച് നമിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇനി അടുത്ത 4 ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്രയിക്കാൻ പോവാണ് ഭഗവാനെ. ഓ, എന്തു മനോഹരമായിരിക്കുന്ന അർത്ഥങ്ങളോട് കൂടിയതാണ് ഈ വിഷ്ണു സഹസ്രനാമം അല്ലേ. നമ്മളിത് അറിയാതെ പോയി ആ 4 ഇപ്പൊ പറഞ്ഞ ആ 4 വരികള് നമുക്ക് ഭഗവാനെ നമസ്കരിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത 4 വരികൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനെ ആശ്രയിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആലോചിച്ച് നോക്കിക്കുക. അപ്പൊ ആ 8 ലൈൻ മതി ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ നമുക്ക് അങ്ങോട്ട് സമർപ്പണം നടത്താൻ. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദ്ധശ്യാമയാം ദശാമ്യമായധാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണി സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. ആ കൃഷ്ണ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണ് ഇവിടെ. മനസ്സിലായില്ലേ? ആദ്യത്തെ 4 വരികൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ശിരസാൽ നമിക്കുകയാണെങ്കിൽ അടുത്ത 4 വരികൾ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണ്. എന്നിട്ടോ ഓം നമോ ഭഗവതേ വാസുദേവായ. എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചൊല്ലുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇതുവരെ നമ്മൾ വായാൽ ചൊല്ലിപ്പോയി, ഇനി നമ്മൾ ഹൃദയം കൊണ്ട് ചൊല്ലുകയാണ് വിഷ്ണു സഹസ്രനാമം ഇല്ലേ. ഗുരുവായൂർ മഞ്ജരീസിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ വിഷ്ണു സഹസ്രനാമം അങ്ങോട്ട് ഹൃദയം കൊണ്ട് ചൊല്ലിയിട്ട് ലോകം ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഭഗവാനെ ശിരസാൽ നമസ്കരിച്ചിട്ട് ഹൃദയം കൊണ്ട് നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ പോവാണ്. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ച ഈ 8 ലൈനിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനിയാണ് യഥാർത്ഥത്തിൽ എന്ത് തുടങ്ങുന്നത്? സഹസ്രനാമം തുടങ്ങുന്നത്. ഇതുവരെ നമ്മൾ ഭഗവാന്റെ എല്ലാ രീതിയിലും നമ്മൾ നമസ്കരിച്ചു. ഭഗവാന്റെ എല്ലാ ഭാവങ്ങളെയും അലങ്കാരങ്ങളെയും ഭംഗിയെയും ആകാരവും ഭഗവാന്റെ സ്വരൂപവും എല്ലാം മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു, നമ്മൾ ഭഗവാനെ നമസ്കരിച്ചു, നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്താനുള്ള വഴികളുടെ ആ പാതയിലേക്ക് നമ്മൾ കടന്നു. ഇനി നമ്മൾ ഭഗവാനെ സഹസ്രനാമം കൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കീർത്തിക്കാൻ പോവാണ്, നമസ്കരിക്കാൻ പോവാണ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് സഹസ്രനാമം തുടങ്ങുന്നത്. അതാണ് പറഞ്ഞത്. ആ സഹസ്രനാമം തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അതിനു മുമ്പേ നമ്മളിപ്പോ ഇത്രയും നേരം പഠിച്ച ഈ ഒരു 4 ക്ലാസ് കൊണ്ട് പഠിച്ചതൊന്നും ചൊല്ലണ്ടെന്നാണോ? ചൊല്ലണം. മനസ്സിലായില്ലേ? ചൊല്ലണം. അത് ചൊല്ലിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ സഹസ്രനാമത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുപോലെ ചെയ്യണം കേട്ടോ. ആദ്യത്തതൊന്നും വിട്ടുകളയരുത്, ഒന്നും വിട്ടുകളയരുത്. കൃത്യമായി ഇനി നമ്മൾ സഹസ്രനാമം ചൊല്ലുമ്പോൾ അത് അടുത്ത ക്ലാസ്സിലേ ഞാൻ എടുക്കും. ഇപ്പം എടുക്കില്ല. 9:30 മണിയായി. എനിക്ക് അർജന്റായിട്ട് ഡബ്ബിങ്ങിന് പോകണം. തീർത്തു കൊടുക്കേണ്ട വർക്കുണ്ട്. ഞാൻ ഇപ്പം ഇവിടുന്ന് പോവാണ്. പോയാൽ ഇനി ഒരു 12 ഒക്കെ ആവും എത്താൻ. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ എനിക്ക് അടുത്തത് ഇനി നാളത്തെ ക്ലാസ്സിൽ, നാളെ കമ്പൽസറി ആയിട്ട് ക്ലാസ് ഉണ്ട്. എല്ലാവരും കാണണം. മാക്സിമം ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യാം. നമുക്കൊരു 8 ലൈൻ സഹസ്രനാമം ഭഗവാന്റെ തുടങ്ങി വെച്ചിട്ട് നമുക്ക് പോവാം അല്ലേ. ഒപ്പം ചൊല്ല. അറിയാവുന്നവര് അറിയാത്തവര് കേട്ടിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വം വിഷ്ണുർവഷ്ടകാരോ ഭൂത ഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവനാഃ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ അവ്യയഃ പുരുഷഃ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗവിധാം നേതാ പ്രധാന പുരുഷേശ്വരഃ നാരസിംഹ വപൂഃ ശ്രീമാൻ കേശവഃ പുരുഷോത്തമഃ സർവഃ ശിവസ്ഥാണൂർ ഭൂതാധിർനിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവാഹ പ്രഭൂരീശ്വരഃ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനോഹരമായിട്ട് അങ്ങ് സഹസ്രനാമം സ്പീഡിൽ ചൊല്ലിപ്പോവരുത്. തെറ്റാണ്. അയ്യോ ഒന്ന് സഹസ്രനാമം ചൊല്ലണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചൊല്ലി അങ്ങോട്ട് ഓടരുത്. ഭഗവാന്റെ ഓരോരോ നാമങ്ങളെ, സഹസ്രമായിരിക്കുന്ന നാമങ്ങളെ ഹൃദയം കൊണ്ട് അങ്ങ് ചൊല്ലുക. ഇപ്പോൾ നമ്മുടെ അമർജിത്തിനെ
അമറേ, മോനെ, കണ്ണാ, ജിത്തു എന്നൊക്കെ വിളിക്കുമ്പോൾ അവൻ എത്രമാത്രം ആ വിളി ആസ്വദിക്കുന്നു അല്ലേ? നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ മക്കളെയൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന പേരുകളോടുകൂടി നമ്മൾ ഇഷ്ടത്തോടു കൂടി വിളിക്കുമ്പം എന്തുമാത്രം സന്തോഷം ഉണ്ടാവും നമ്മളെ അങ്ങനെ വിളിക്കുമ്പം. ഒന്നും വേണ്ട, ഒന്ന് പേരിന്റെ കൂടെ മോളെ, ഇപ്പൊ ശ്യാമ നായർ മാതാജി, അപ്പൊ മാതാജിയെ മാതാജിയുടെ അമ്മയോ ഭർത്താവോ ആരെങ്കിലും അവർ വിളിക്കുകയാണ്, മോളെ ശ്യാമേ, അല്ലെങ്കിൽ ശ്യാമേച്ചി എന്ന് അവർ അനിയത്തിയൊക്കെ വിളിക്കുമ്പം എന്തൊരു സന്തോഷമായിരിക്കും അത് കേൾക്കുമ്പം. അല്ലാതെ ശ്യാമേ അല്ലെങ്കിൽ അമറേ എന്ന് വിളിക്കുമ്പോൾ ഓ ഇതെന്തോന്നിത് എന്നേ നമുക്ക് തോന്നത്തുള്ളൂ അല്ലെ? അപ്പൊ അതേപോലെ ഭഗവാനെ വിളിക്കുമ്പം ഹൃദയത്തിൽ നിന്ന് ഓരോരോ നാമങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യണം. അല്ലാതെ ചൊല്ലണോലെ ഓം വിശ്വം വിഷ്ണു കൃഷ്ണകാരോ ഭൂത ഭവി ഭവത് പ്രഭു എന്നും പറഞ്ഞ് ഓടരുത്. അങ്ങനെ വന്ദേ ഭാരത് പിടിച്ച് ഇവിടെ ആർക്കും പോണ്ട. അങ്ങനെ പോകാനുള്ളവർ ചൊല്ലണ്ട, അത്രേ ഞാൻ പറയൂ. ചൊല്ലുമ്പം ഹൃദയം കൊണ്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ആസ്വദിച്ച് ചൊല്ലുക. ഭഗവാന്റെ ആ നാമങ്ങൾ അങ്ങ് ആസ്വദിച്ച്, അതിന് എല്ലാ അർത്ഥവും ഹൃദയത്തിൽ നിന്നില്ലെങ്കിലും എവിടെയോ നമ്മുടെ ആത്മാവ് ഇത് മഞ്ജരീസിന്റെ ക്ലാസ്സിലൂടെ കേട്ടിരിക്കണു. മനസ്സിലായില്ലേ? മഞ്ജരീസിന്റെ ക്ലാസ്സിലൂടെ കേട്ടിരിക്കുന്നു. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് നമ്മൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ശരി, വിട്ടേക്ക്, സാരല്ല. നമ്മുടെ ആത്മാവിത് കേട്ടിരിക്കുന്നു. അതോടുകൂടി നമുക്ക് എന്താ ലഭിക്കുന്നത്? ഈ ജന്മം മോക്ഷമാണ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ആ മോക്ഷത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ സർവ്വവിധമായിരിക്കുന്ന തെറ്റുകളും പുറത്തിട്ട് അങ്ങയുടെ സഹസ്രനാമങ്ങൾ ഞാൻ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഇന്ദ്രിയങ്ങളും എല്ലാത്തിനെയും ഞാൻ ഒരേ നേർരേഖയിൽ കൊണ്ടുവന്ന്, അർത്ഥം മുഴുവൻ അടിയന്റെ മനസ്സിലില്ലെങ്കിലും അങ്ങയുടെ സഹസ്രനാമങ്ങൾ ഞാൻ ഇന്ന് ചൊല്ലാൻ പോവാണ്. അതിനും വേണം ഒരു യോഗവും ഭാഗ്യവും. ആലോചിച്ച് നോക്കണം, എത്ര കോടി ജന്മങ്ങൾ കൊണ്ടായി ഈ ഒരു നാമം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിഞ്ഞത്. അപ്പൊ അത് ചൊല്ലാണ് ഭഗവാനെ എന്ന് ഭഗവാനോട് അനുവാദം വാങ്ങി ആ തൃപ്പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് നമ്മുടെ ഗുരുവിനെയും അതുപോലെ നമ്മുടെ അച്ഛൻ അമ്മയെ എല്ലാം മനസ്സിൽ ധ്യാനിക്കുക. ചൊല്ലുന്നതിനേക്കാളും മുന്നേ ആ വെച്ചിരിക്കുന്ന സഹസ്രനാമങ്ങൾ എടുത്തു വെച്ച് ആ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ സഹസ്രനാമം ചൊല്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തരണേ എന്നും പറഞ്ഞ ഒരു ഉടമ്പടിയിൽ ചൊല്ലരുത്. ചൊല്ലാൻ ഈ ജന്മം ഒരു അവസരം തന്നില്ലേ കൃഷ്ണ, അതിനൊരു ഭാഗ്യം കിട്ടിയില്ലേ മഹാഭാവികളായ നമ്മൾക്ക് എന്ന മനസ്ഥിതിയോടുകൂടി ഓം മാതൃദേവോ ഭവ, ഓം പിതൃദേവോ ഭവ, ഓം ആചാര്യദേവോ ഭവ, അമ്മയും അച്ഛനെയും ആചാര്യനെയും ഓം നമോ വിഘ്നഹരായ ഗണപതയേ നമഃ, ഓം സിദ്ധിബുദ്ധി വിനായകനേ നമഃ, ആ വിഘ്നേശ്വരനെയും എല്ലാം മനസ്സിൽ ധ്യാനിച്ചിട്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. നമ്മുടെ സ്വത്ത് സമ്പാദ്യം കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കാനല്ല പറയണത്. സർവം എൻ്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി, നോട്ടം, ഭാവം എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ തെറ്റും ശരിയും എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആ വിഷ്ണു സഹസ്രനാമം ഭയഭക്തിയോടുകൂടി കയ്യിലെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ 1000 നാമങ്ങൾ ചൊല്ലി സമർപ്പിച്ചിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നോക്കൂ. ഒരു 10 ദിവസം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളുടെ സ്വഭാവവും രീതികളും ചിന്തകളും എല്ലാം മാറിപ്പോകും. നമ്മൾക്ക് തന്നെ തോന്നും നമ്മൾ ഒരുപാട് മാറിയെന്ന്. ആ രീതിയിലോട്ട് നമ്മൾ മാറും കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയാണ് മഞ്ജരീസ് പഠിപ്പിക്കുന്നത്. 10 ലൈനാണെങ്കിലും 8 ലൈനാണെങ്കിലും സമയമെടുത്ത് ഇത് പറഞ്ഞു തരുന്ന, അന്നദാനവും കൊടുത്ത് ഈ പറയുന്ന 10-60 പേരുടെ ഭക്ഷണവും ഇന്നലെ രാത്രി മുതലെല്ലാം ഒരുക്കി ഇന്ന് പകല് മുഴുവൻ നിന്ന് അതെല്ലാം ഉണ്ടാക്കി, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ജോലിയും ചെയ്ത് തിരിച്ചു വന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് തെരുവിൽ കൊണ്ടുകൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും ഈ സഹസ്രനാമം എടുത്ത് തരുന്നത് എന്താണ്? എന്തിനാ? ഇത് മനസ്സിലാക്കി ഈ ജന്മം നമ്മൾ ഈ ദുഃഖങ്ങളിൽ നിന്ന് കരകയറാനാണ്. മനസ്സിലായോ? ആരെങ്കിലും 1 കോടി രൂപ കൊണ്ടെത്തന്നാലോ 10 കോടി രൂപ കൊണ്ടെത്തന്നാലോ തീരുന്ന പ്രശ്നങ്ങളല്ല. അത് ഉപയോഗിക്കാൻ ആരോഗ്യം വേണം, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി വേണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഇത് ഉപയോഗപ്പെടൂല. അങ്ങനെ പല കാര്യങ്ങൾ. പണം കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് കാശ് കൊണ്ട് രക്ഷപ്പെടാൻ എന്ന് വിചാരിക്കുന്ന ഒരാളും ഉണ്ടെങ്കിൽ അവരൊക്കെ വിഡ്ഢികളാണ്. പണമല്ല ഒന്നിൻ്റെയും മാനദണ്ഡം. മനസ്സിലായില്ലേ? നമുക്ക് ഈശ്വരൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് പണവും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം ഭഗവാനാണെന്ന് നമ്മുടെ ഒരു ചിന്ത ഉള്ളിൽ വന്നാൽ ആര് നമ്മളോട് എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അപ്പൊ ആ സത്യത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്.
അതുപോലെ ചെയ്യണം കേട്ടോ. ബുക്ക് അയച്ചു തരാം അമ്മ. അയച്ചിട്ടില്ല, അയച്ചു തരാം. ഞാൻ ഒന്ന് ഫ്രീ ആവട്ടെ, എൻ്റെ കൈയും കാലൊന്നും ഒഴിയട്ടെ, എന്നിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. എല്ലാവരും ചൊല്ലണം. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം. ഞാൻ അതിനാണ് ഇത്ര ഇങ്ങനെ വന്നിരുന്ന് എടുത്തിരുന്നത് കേട്ടോ. അത് ഉപയോഗപ്രദമാക്കണം. ശരി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാപവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. വിഷ്ണു സഹസ്രനാമം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ് എനിക്ക് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ സമ്മാനം. നിങ്ങൾ പറയണം, അമ്പിളി മാതാജി അത് പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് എന്നും ചൊല്ലാൻ പറ്റണേ. മറ്റുള്ളവർ ചൊല്ലുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ മഞ്ജരീസ് കുടുംബം ചൊല്ലണം. എനിക്കതാണ് ആവശ്യം. ഓക്കെ, എല്ലാവരും ചൊല്ലുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ മഞ്ജരീസ് ഫാമിലി ചൊല്ലുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത്. ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിഷ്ണു സഹസ്രനാമം ഈ പഠിപ്പിച്ചെന്ന രീതിയിൽ കൃത്യമായി അർത്ഥം മനസ്സിലാക്കി സമർപ്പണ മനോഭാവത്തോടു കൂടി ചൊല്ലണം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നാളെ കാണാമേ. ഹരേ കൃഷ്ണ. മഞ്ജരീസിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്നുകൂടി പറയാം. 93 42 49 49 41. ഓക്കെ, ശരി മാ. നന്ദി. ഹരേ കൃഷ്ണ. കട്ടാവുന്നില്ലല്ലോ. എന്താ ഇപ്പം ഞാൻ പോണ്ടെന്നാണോ? ശുഭരാത്രി ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ കട്ടാവുന്നില്ല ലൈവ്. ഓക്കെ, നമസ്തേ നമസ്തേ.